സത്യൻ അന്തിക്കാടിൻ്റെതായിട്ട് അവസാനമായിട്ട് പുറത്തിറങ്ങിയ മലയാള സിനിമ 2022 വന്ന മകളായിരുന്നു. ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പാരൻറ്റിങ് ഒരർത്ഥത്തിൽ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് ആ സിനിമ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ ഹിറ്റ് കോമ്പിനേഷനായ മോഹൻലാലിനൊപ്പം ചെയ്തിട്ടുള്ള സിനിമയാണ് ഏറ്റവും പുതിയ ഓണം റിലീസായിട്ടുള്ള ഹൃദയപൂർവ്വം. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അഖിൽ സത്യനാണ് ഈ സിനിമയുടെ കഥ രചിച്ചിട്ടുള്ളത്. തിരക്കഥ ഒരുക്കുന്നതിന് സത്യൻ അന്തിക്കാട് ഇത്തവണ കൂടെ കൂട്ടിയിട്ടുള്ളത് നവാഗതനായിട്ടുള്ള സോനു TPA ആണ്. ഹൃദയപൂർവ്വം എന്ന സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ പുതുതലമുറയെ ആകർഷിക്കാൻ വേണ്ട സാധനങ്ങൾ കഥ പറച്ചിലിൽ കൊണ്ടുവരാൻ സത്യൻ അന്തിക്കാട് എന്ന സംവിധായകൻ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത് കാണാം. അതേസമയം തൻ്റെ സിനിമകളിൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങൾ ഒഴിവാക്കാൻ പുള്ളിക്കൊരു വിമുഖതയുമുണ്ട്. ഹ്യൂമറാണ് ഒരർത്ഥത്തിൽ അദ്ദേഹം ഈ സിനിമയിൽ സക്സസ് നേടുന്നൊരു ഏരിയ. ഇമോഷണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള സ്ട്രക്ചറും സേഫ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പുള്ളി ഹൃദയപൂർവ്വത്തിൽ ചെയ്തിട്ടുള്ളത്. കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റ് ഉടമയായിട്ടുള്ള സന്ദീപ് ബാലകൃഷ്ണനാണ് നമ്മുടെ നായകൻ. അയാൾക്ക് ഈ അടുത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി നടന്നു. പൂനെയിലുള്ള കേണൽ രവീന്ദ്രന്റെ ഹൃദയമാണ് സന്ദീപിന് ലഭിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലുള്ള സന്ദീപിനെ കാണാൻ രവീന്ദ്രന്റെ മകളായിട്ടുള്ള ഹരിത വരികയും ഹരിതയുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ പൂനെയിലേക്ക് വരണമെന്ന് ക്ഷണിക്കുകയും ചെയ്യുന്നു. ആ പൂനെ യാത്രയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ സിനിമയുടെ ഇന്റർവെൽ ആകുമ്പോൾ മോഹൻലാലിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലുക്കും മാച്ച് ആകുന്ന തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫണ്ണി കോൺഫ്ലിക്റ്റ് സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. സത്യൻ അന്തിക്കാടിനെ പോലെ ഒരു സംവിധായകൻ അങ്ങനെ ഒരു ഏരിയ ഏത് രീതിക്ക് കൈകാര്യം ചെയ്യുമെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നും. ഈ അടുത്തുണ്ടായ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, തമാശയിലൂടെ കഥ പറയാനാണ് എനിക്കിഷ്ടം. സ്വല്പം സീരിയസ് ആയ വിഷയമാണെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഫിലിം മേക്കർ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് ഞാൻ അത് ഒഴിവാക്കാറുണ്ട് എന്ന്. ഇവിടെയും അതാണ് ഏറെക്കുറെ സംഭവിക്കുന്നത്. ഒരു ഗ്രേ സോണിലേക്ക് പോകാൻ സാധ്യതയുള്ള പരിപാടിയെ പുള്ളി ഹ്യൂമർ ഉപയോഗിച്ച് സിമ്പിളാക്കി മാറ്റുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള നന്മയിൽ പൊതിയുന്ന പാക്കേജിങ് ആ ഭാഗത്തെ സിനിമയെ എൻഗേജിങ് ആക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവിൽ സംഗീത് പ്രതാപിനെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ ഒരിക്കലും ബോറിംഗ് ആയ ഒരു സ്പേസിലേക്ക് പോകുന്നില്ല. ഈ സിനിമയുടെ കഥയുടെ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത് അഖിൽ സത്യനാണ്. ഒരർത്ഥത്തിൽ പാച്ചുവും അത്ഭുത വിളക്കുമായിട്ട് സ്ട്രക്ചറലായിട്ട് പല സിമിലാരിറ്റികളും ഈ സിനിമയ്ക്കുണ്ട്. ഒരു റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുള്ള വിവാഹിതനല്ലാത്തൊരു വ്യക്തി വലിയ താല്പര്യമൊന്നുമില്ലാതെ വേറെ ഒരു സിറ്റിയിൽ കുറച്ച് ദിവസത്തേക്ക് പെട്ടുപോകുന്നു. പാച്ചുവിനെ പോലെ തന്നെ സന്ദീപിനും സ്വന്തം കാര്യത്തിലേക്ക് തന്നെയാണ് താല്പര്യം. വിവാഹ നിശ്ചയത്തിന് വിളിക്കുമ്പോൾ ആദ്യം ഞാൻ വരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. ഹരിതയും ഹംസധ്വനിയും തമ്മിലുണ്ട് സാമ്യങ്ങൾ. പാച്ചുവിലുള്ളതുപോലെ കുന്നിന്റെ മുകളിൽ പോയിട്ട് ഇമോഷണൽ കാര്യം തുറന്നു പറയുന്ന ഒരു സീൻ ഇവിടെയുമുണ്ട്. ഹംസധ്വനിക്ക് ബ്രദർ ആയിരുന്നെങ്കിൽ ഹരിതയ്ക്ക് അത് സ്വന്തം അച്ഛനാണ്. സത്യൻ അന്തിക്കാട് അദ്ദേഹം പണ്ടുണ്ടാക്കിയിരുന്ന കഥാപാത്രങ്ങളുടെ ഒരു മോഡേൺ ഡേ വേർഷൻ ഉണ്ടാക്കാനാണ് ഈ സിനിമയിലും ശ്രമിക്കുന്നത്. പുതിയ കാലത്തെ അങ്ങനത്തെ കഥാപാത്രങ്ങളുടെ ലിംഗോ ക്രാക്ക് ചെയ്യുന്നതിന് സോനു TP ഒരു പരിധിവരെ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. സ്വല്പം ലൗഡായിട്ടുള്ള സത്യൻ അന്തിക്കാട് ശൈലി ഈ സിനിമയുമായിട്ട് ഒത്തുപോകാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം സാധാരണഗതിയിൽ സെന്റിമെന്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സീനുകളെ അതിന്റെ അകത്തുള്ള ഹ്യൂമർ കണ്ടെത്തി പ്രേക്ഷകന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പടത്തിന് സാധിക്കുന്നുണ്ട്. അനു മൂത്തേടത്താണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും വളരെ മൂഡി ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് പോകാത്ത ഈ സിനിമയ്ക്ക് ചേർന്ന രീതിയിലാണ് വിഷ്വലുകളും പ്രൊഡക്ഷൻ ഡിസൈനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാച്ചുവും അത്ഭുത വിളക്കിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോൾഫുൾ സ്വഭാവം നിലനിർത്താൻ ജസ്റ്റിൻ പ്രഭാകറിന്റെ ഈ സിനിമയിലെ മ്യൂസിക്കിനും സാധിക്കുന്നുണ്ട്. സിംഗ് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സിനിമയിലെ സൗണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. സംഗീതം ഒഴികെ ബാക്കി ഒരുവിധം എല്ലാ നടീനടന്മാരും ആ രീതിക്കാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് ഒരു റിയൽനെസ് കൂടുതൽ കൊടുക്കാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് സാധിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനം മോഹൻലാൽ നടത്തുന്ന ഒരു പ്രസംഗത്തിൽ ലിപ്സ് സ്മാക്കിംഗ് സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പ്രകടനത്തിന്റെ സ്വാഭാവികത എൻഹാൻസ് ചെയ്യുന്നുണ്ട്. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫിസിക്കും അദ്ദേഹത്തെ ഈ കഥാപാത്രത്തിന് എന്തുകൊണ്ടും യോജിച്ചൊരു വ്യക്തിയാക്കുന്നുണ്ട്. മിക്കവാറും സീനുകളിലും സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം വളരെ ഡിഫെൻസീവാണ്. അതുകൊണ്ട് തന്നെ കോമഡിക്കുള്ള ഒരു ഗംഭീര സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സിനിമയിലെ കാര്യങ്ങൾ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അനായാസം ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതിനുള്ള മോഹൻലാലിന്റെ കഴിവ് ആ ഭാഗത്ത് സിനിമയെ സഹായിക്കുന്നുണ്ട്. മറാഠിയിലും മലയാളത്തിലും കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് മാളവിക മോഹനൻ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ ആ റോളിൽ കാസ്റ്റ് ചെയ്തത് സെൻസിബിൾ ആണ്. സിനിമയുടെ തുടക്കത്തിൽ പുറമേ ജനിച്ചു വളർന്ന മലയാളിയുടെ രീതിയിൽ സംസാരിക്കാൻ മാളവിക മോഹനൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴേക്കും വെക്കേഷന് പയ്യന്നൂർ വരുന്ന ഇന്റർസ്റ്റേറ്റ് മലയാളിയായിട്ടാണ് മാളവിക സംസാരിക്കുന്നത്. ആ മലയാളം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. സംഗീത് പ്രതാപ് ചെയ്തിട്ടുള്ള കഥാപാത്രം ഈ സിനിമയ്ക്ക് ഹ്യൂമറിന്റെ ഒരു സോഴ്സാണ്. കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്യാരക്ടർ ഒന്നുമല്ല സംഗീത് ചെയ്തിട്ടുള്ള ജെറി. പക്ഷേ സ്ക്രീനിലേക്ക് സംഗീത് കൊണ്ടുവരുന്ന ഒരു എനർജി ഈ സിനിമ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലാറ്റായിട്ട് പോകാൻ സാധ്യതയുള്ള പല സീനുകളിലും സംഗീതിന്റെ പ്രസൻസ് കാര്യമായ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. കേണൽ രവീന്ദ്രന്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് സംഗീതയാണ്. ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്ത ആ റോളിൽ അവരുടെ പ്രകടനം നല്ലതായിരുന്നു. സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രം ചില സീനുകളിലൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ അതൊരു ബാധ്യതയായ കഥാപാത്രമായിട്ട് തോന്നി. അത്തരത്തിലുള്ള വേറെയും അനാവശ്യ കഥാപാത്രങ്ങൾ കഥയിൽ കയറി വരുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം ട്രാക്കുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇതേ ഇമോഷണൽ ഇമ്പാക്റ്റ്
2 മണിക്കൂർ കൊണ്ട് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. ഹൃദയപൂർവ്വം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ്. വളരെ ബ്രീസി ആയിട്ട് പോകുന്ന പടം മോഹൻലാൽ എന്ന നടന്റെ കോമഡി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പരമാവധി ഊറ്റിയെടുത്തുകൊണ്ട് കഥയിലെ ജനറിക് സ്വഭാവത്തെ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ഒരു കംഫർട്ട് വാച്ച് എന്ന നിലയിൽ പാച്ചവും അത്ഭുത വിളക്കും കാണുന്ന ഒരു പ്രേക്ഷക വിഭാഗം ഇവിടെയുണ്ട്. സംഭവം ആ സിനിമയിലും ഒരു നിയോ സത്യനന്തിക്കാട് എന്ന് വിളിക്കാവുന്ന ടെംപ്ലേറ്റ് ഉണ്ടെങ്കിലും ആ പടത്തിന് എവിടെയൊക്കെയോ ഒരു റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സോണിലേക്ക് കയറാൻ ശ്രമിക്കുന്ന മറ്റൊരു സിനിമയാണ് ഹൃദയപൂർവ്വം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്